ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ മൊബൈലിൽ വീഡിയോ കാണുന്ന സമയത്ത് അതിൽ നമ്മൾ യൂട്യൂബിലെ വീഡിയോ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഗാലറിയിലുള്ള നല്ല വീഡിയോസ് ഒക്കെ നമ്മൾ ഫുൾ ലെങ്ത്തിൽ ഫുൾ സ്ക്രീനൊക്കെ ആക്കിയിട്ട് നമ്മൾ കാണുന്ന സമയത്തായിരിക്കും നമ്മളെ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സൗണ്ടായിട്ടും അതുപോലെ തന്നെ പലതരം കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ നമ്മളിതിങ്ങനെ കാണുന്ന സമയത്തേക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് നമുക്ക് ആഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഫുൾ ലെങ്ത്തിലൊക്കെ ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു സെറ്റിംഗ്സിൽ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട്. ഞാനൊരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അബീസ് വ്യൂസ് എന്നാണ് അതിൻ്റെ പേര്. ടെക് പരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിലുള്ളത്. നിങ്ങൾക്ക് വേണ്ടി തുടങ്ങിയ ചാനലാണ്. കാരണം കൂടുതൽ ടെക് പരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം താഴെ കമന്റ് ബോക്സിൽ നോക്കി കഴിഞ്ഞാൽ ആ ചാനലിൻ്റെ പുതിയ ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. വളരെ സ്വസ്ഥമായിട്ട് നമുക്ക് മൊബൈലിൽ വീഡിയോ അല്ലെങ്കിൽ ആപ്പുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണണമെങ്കിൽ നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നുള്ളത്. ഈ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ സെർച്ച് ബാറിൽ ഞാൻ ഉപയോഗിക്കുന്ന ഓപ്പോ ഫോണാണ്. സെർച്ച് ബാറിൽ നമ്മളൊന്ന് ടൈപ്പ് ചെയ്യേണ്ടത് സൗണ്ട്സ് കൊടുക്കാം. സൗണ്ട് അല്ലേ, സൗണ്ട്സ് ഒന്ന് കൊടുത്താൽ മതി. സൗണ്ട്സ് ആൻഡ് വൈബ്രേഷൻ എന്നുള്ളൊരു ഓപ്ഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. സൗണ്ട്സ് ആൻഡ് വൈബ്രേഷൻ. സൗണ്ട്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൈബ്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ വൈബ്രേഷൻ സൗണ്ടിൻ്റെ കുറേ മോഡുകളൊക്കെ അവിടെ വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ മോഡുകൾ നമുക്ക് കാണിക്കുന്നുണ്ട് സൗണ്ടിൻ്റെ. അതുപോലെ തന്നെ നമുക്ക് വോളിയം അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളതിലെ ഓപ്ഷൻസ് ഒന്ന് നോക്കി നോക്കുക. ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ റെഡ്യൂസ് നോട്ടിഫിക്കേഷൻ ഫീഡ്ബാക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. യു മൈറ്റ് ബി ലുക്കിംഗ് ഫോർ റെഡ്യൂസ് നോട്ടിഫിക്കേഷൻ ഫീഡ്ബാക്ക് കാണിക്കുന്നുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിസ്പ്ലേ ഡാറ്റ യൂസേജ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് വേണ്ട ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ റെഡ്യൂസ് നോട്ടിഫിക്കേഷൻ ഫീഡ്ബാക്കാണ്. ഇവിടെ ഞാൻ പറഞ്ഞ കറക്റ്റില്ലെന്ന് നോക്കി നോക്കൂ. വെൻ യു യൂസ് ആൻ ആപ്പ് ഇൻ ഫുൾ സ്ക്രീൻ സച്ച് ആസ് വെൻ വാച്ചിങ് വീഡിയോസ് ഓർ പ്ലേയിങ് ഗെയിംസ് നോട്ടിഫിക്കേഷൻ സൗണ്ട്സ് ആർ സോഫ്റ്റ് ആൻഡ് വൈബ്രേഷൻ ഈസ് ലെസ് സ്ട്രോങ്. അതായത് നമ്മളിങ്ങനത്തെ എന്തെങ്കിലും വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് വരുന്ന നോട്ടിഫിക്കേഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ വൈബ്രേഷൻസ് ആണെങ്കിലും വളരെ സോഫ്റ്റായിട്ട് മാറ്റി കൊടുക്കുന്ന ഒരു സെറ്റിങ്സ് ആണിത്. അത് നമ്മളൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതിൻ്റെ താഴെയാണെങ്കിൽ ബബിൾസ് എന്തെങ്കിലും വരുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് വൈബ്രേഷനോ അല്ലെങ്കിൽ ഇതുപോലെ സൗണ്ടുകളോ കാര്യങ്ങളോ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അത് വളരെ സോഫ്റ്റാക്കി നമുക്ക് ഒരു വീഡിയോ ഒക്കെ നല്ല ഫുൾ ലെങ്ത് തന്നെ നല്ല രീതിയിൽ വളരെ സുഖകരമായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ സെറ്റിങ്സിലാണ് നമ്മൾ പോകേണ്ടത്. സൗണ്ട്സ് ആൻഡ് വൈബ്രേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന റെഡ്യൂസ് നോട്ടിഫിക്കേഷൻ ഫീഡ്ബാക്കിലാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത്. ഇത് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വീഡിയോ ഈസി ആയിട്ട് ഫുൾ ലെങ്ത് തന്നെ ഇരുന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഈ സെറ്റിങ്സ് ഉണ്ടോ എന്ന് നോക്കുക. ആണെങ്കിൽ ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്.